മാസങ്ങളായിട്ട് മൂക്കടപ്പുമായിട്ടൊരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ അതൊരിക്കലും ആദ്യം തന്നെ ഡസ്റ്റ് അലർജി ആണെന്ന് നമ്മൾ തീരുമാനിച്ച് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാറില്ല. കാരണം മൂക്കടപ്പ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അപ്പോൾ എങ്ങനെയാണ് അത് കാരണം കണ്ടെത്തുന്നത്? ഞാൻ എൻ്റെ കൺസൾട്ടേഷൻ പ്രൊസീജിയേഴ്സിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം ചോദിക്കുന്നത് ഈ അലർജിയുടെ സിംറ്റംസ് കാണിക്കുന്നത് എപ്പോഴാണെന്നാണ്. പലരും പറയുന്നത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്താണ് ഉണ്ടാവുന്നത്. എഴുന്നേൽത്ത ഉടനെ തന്നെ മൂക്കടപ്പ് ഉണ്ടാവും, തുമ്മലുണ്ടാവും, മൂക്ക് ചൊറിച്ചിലുണ്ടാവും, കണ്ണ് ചൊറിച്ചിലുണ്ടാവും എന്ന് പറയും. ഇത് കൃത്യമായിട്ട് ഒരു അലർജിക് റൈനൈറ്റിസിലേക്കാണ് പേഷ്യൻ്റ് സിംറ്റംസ് ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മൂക്കടപ്പ് ഉണ്ടെങ്കിൽ ഒരേ സൈഡിലാണോ മൂക്കടയുന്നത്, ഇല്ല മാറി മാറി അടയുന്നുണ്ടോ എന്ന് ചോദിക്കും. ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സൈഡിലാണ് മൂക്കടപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും നെയ്സൽ ഡീവിയേറ്റഡ് സെപ്റ്റം, അതായത് മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത ചോദിക്കുന്നത് സ്മെല്ല് കുറവ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കും. അതിനൊപ്പം തന്നെ തലയ്ക്ക് എന്തെങ്കിലും ഒരു ഹെവിനെസ്സോ പ്രഷറോ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണിക്കാൻ പോകുന്നത് ക്രോണിക് സൈനസൈറ്റിസ് അല്ലെങ്കിൽ നെയ്സൽ പോളിപ്പിൻ്റെ സിംറ്റംസ് ആണ് കാണിക്കുന്നത്. അടുത്തത് ചോദിക്കാറ് നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്തെന്നാണ്. ഇത് പറയുന്ന സമയത്ത് പല ആൾക്കാരും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില നെയ്സൽ ഡീകൺജഷൻ സ്പ്രേ ഉണ്ട്. ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന സമയത്ത് റീബൗണ്ട് കൺജഷൻ എന്നൊരു ഫിനോമിന ഉണ്ടാവും. അതായത് മൂക്ക് സ്ഥിരമായി അടഞ്ഞ് തന്നെ പലപ്പോഴും അവർക്ക് പിന്നെ നിൽക്കും. ഇനി കൺസൾട്ടേഷൻ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടി ചില വേറെ ചോദ്യങ്ങൾ ചോദിക്കും. അതായത് എപ്പോഴൊക്കെയാണ് പേഷ്യൻസിൻ്റെ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡെയിലി പാറ്റേൺ നമ്മൾ മനസ്സിലാക്കാൻ നോക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോഴാണോ തുമ്മൽ, പൊടി അടിക്കുന്ന സമയത്ത് കൂടുന്നുണ്ടോ, AC തട്ടുമ്പോഴാണോ കൂടുന്നത്, കുളിച്ച് കഴിഞ്ഞാൽ കൂടുന്നുണ്ടോ, ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതലാണോ എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ചോദിക്കുന്ന കാര്യങ്ങളാണ് പെർഫ്യൂം, സ്മോക്ക് അല്ലെങ്കിൽ പൊല്യൂഷൻ്റെ സമയത്തൊക്കെ കൂടുന്നുണ്ടോ. ഇവിടെയാണ് പലപ്പോഴും ഒരു ട്രിഗറിനെ പറ്റിയിട്ട് നമുക്കൊരു ക്ലൂ പലപ്പോഴും കിടക്കുന്നത്. ഇതെല്ലാം ചോദിച്ചതിന് ശേഷം ഒപ്പം റിപ്പോർട്ട്സും കണ്ടതിന് ശേഷം മാത്രമാണ് ഇത് അലർജി ആണോ, സൈനസൈറ്റിസ് ആണോ, ഇനി സ്ട്രക്ചറൽ ഇഷ്യൂസ് ആണോ, അതോ പോളിപ്പിൻ്റെ പ്രശ്നമുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മാസങ്ങളായി നിങ്ങൾക്ക് മൂക്കടപ്പ് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഡസ്റ്റ് അലർജി ആണെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ആൻറ്റിഹിസ്റ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കാതെ കാരണം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കുക. എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിന് ഞാൻ മൂക്കടപ്പ് മാറ്റാൻ മാത്രമായിട്ടല്ല മരുന്ന് കൊടുക്കുന്നത്. എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഈ ബ്ലോക്ക് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കി ചികിത്സിച്ചാലേ അത് എഫക്റ്റീവ് ആവുകയുള്ളൂ. നിങ്ങൾക്ക് മൂക്കടപ്പ് കൂടുന്നത് എപ്പോഴാണ്? രാവിലെ എഴുന്നേൽക്കുന്ന സമയത്താണോ, പൊടി അടിക്കുമ്പോഴാണോ, AC ആണോ, എന്താണെന്ന് നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. സ്ഥിരമായി മൂക്കടപ്പുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.